സമുദായ നേതാക്കളുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് കോൺഗ്രസിൽ ഒരു വിഭാഗം. സമുദായ നേതാക്കളോടുള്ള വെല്ലുവിളി ഗുണം ചെയ്യില്ല. നായർ ഈഴവ ഐക്യത്തിലും ഒരു വിഭാഗത്തിന് ആശങ്കയുണ്ട്. സേഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് SNDP യോഗം സെക്രട്ടറിയും അതുപോലെ തന്നെ NSS സെക്രട്ടറിയും മാധ്യമങ്ങളെ കാണുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് VD സതീശനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ്. കടന്നാക്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യമാണോ കോൺഗ്രസിൽ തന്നെ ഉയരുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മികച്ച വിജയം നേടി നിൽക്കുകയാണ് UDF. അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു കഴിഞ്ഞു. മാർച്ച് മാസം പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. ഏപ്രിൽ മാസം പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ. അപ്പോൾ അതിനിടയിൽ മത സാമുദായിക നേതാക്കന്മാരോടുള്ള ഏറ്റുമുട്ടൽ അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ല എന്ന പൊതു അഭിപ്രായമാണ് ഉണ്ടായത്. എങ്കിൽ പോലും ഒരു വിഭാഗം നേതാക്കൾ അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അത് നായർ ഈഴവ ഐക്യം അതിനകത്ത് വലിയ ആശങ്കകൾ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം നേരത്തെ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടായതാണ്. അത് പല കാരണങ്ങളാണ്, അവർ തമ്മിലുള്ള പല പ്രശ്നങ്ങളാൽ മാറിപ്പോയതാണ്. പക്ഷെ ഇപ്പോൾ സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ രണ്ടുപേരും ഒരുമിച്ചിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റക്കെട്ടായി സതീശനെതിരെ രംഗത്ത് വരുന്നു. കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ സതീശനെതിരെ ഉന്നയിക്കുന്നു. അതാണ് നേതാക്കൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീടുള്ളത് ഈ വെല്ലുവിളി ഒഴിവാക്കണം എന്ന് സതീശനോട് പറയാൻ വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ തയ്യാറെടുക്കുന്നുണ്ട്. കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളാണ് അതിന് തയ്യാറെടുക്കുന്നത്. എന്നാൽ സതീശൻ ഈ വിഷയത്തിൽ പറയുന്നത് താൻ സാമുദായിക സംഘടനകൾക്കെതിരെ അല്ല പറഞ്ഞത്. താൻ പറഞ്ഞത് വർഗീയതയ്ക്കെതിരെയാണ്. അത് സാമുദായിക സംഘടനകൾക്കെതിരെ എങ്ങനെയാകും എന്നുള്ള ചോദ്യം സതീശൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സതീശൻ പറയുമ്പോഴും സാമുദായിക നേതാക്കന്മാരോടുള്ള ഏറ്റുമുട്ടലായി അത് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നേതാക്കന്മാരുടെ പ്രതികരണം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതിനൊപ്പം തന്നെ ശ്രദ്ധിച്ചു നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയമായാലും മുഖ്യമന്ത്രിയുമായുള്ള നേരിട്ടുള്ള പോരുമായി ബന്ധപ്പെട്ട വിഷയമായെല്ലാം സതീശനെ പിന്തുണച്ചുകൊണ്ട് നേതാക്കന്മാർ കൂട്ടത്തോടെ രംഗത്ത് വരുന്നത് പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ രണ്ട് പ്രബലമായ സാമുദായിക സംഘടനാ നേതാക്കൾ രംഗത്ത് വന്നുകൊണ്ട് സതീശനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട KPCC അധ്യക്ഷനായിക്കോട്ടെ, പിന്നീട് പെരുന്നയിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് ആയിക്കോട്ടെ, ഇവരാരും കാര്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഒരു പിന്തുണ നൽകാൻ വേണ്ടി തയ്യാറായില്ല. ഈ NSSന്റെ പെരുന്നയിലെ ആസ്ഥാനത്ത് അവിടെ വന്നിരുന്ന് നിരങ്ങി വോട്ട് മേടിച്ച ആളാണ് സതീശൻ എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനാണ് കുറച്ച് കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്നിട്ടും നേതാക്കന്മാർ ഒരു പിന്തുണയുമായി എത്തുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു സംശയം ചില നേതാക്കൾ പങ്കുവെക്കുന്നത്, കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗം നേതാക്കളുടെ മൗനാനുവാദത്തോടു കൂടിയാണോ ഇത് നടക്കുന്നത്, ഈ പ്രബലമായ രണ്ട് സംഘടനകളുടെ വരവ് നടക്കുന്നത് എന്നുള്ള സംശയം ഒരു വിഭാഗം നേതാക്കൾ എന്തായാലും പങ്കുവെക്കുന്നുണ്ട്. CPM ഇതിനകത്ത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ഭൂരിപക്ഷ വർഗീയതയെ CPM ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ തന്നെ രണ്ട് പ്രബലമായ സാമുദായിക സംഘടനകൾ, ഭൂരിപക്ഷ സമുദായത്തിന്റെ സാമുദായിക സംഘടനകൾ അതിനെ പിന്തുണച്ചല്ല അതേ കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ CPMന് കുറച്ച് ചിരി അവരുടെ മുഖത്ത് നമുക്ക് കാണാനും കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു മുറുമുറുപ്പുണ്ട്. സതീശൻ അങ്ങനെ സാമുദായിക സംഘടനകളുമായി യുദ്ധപ്രഖ്യാപനം നടത്തേണ്ടതില്ല, മൗനം പാലിച്ചിരിക്കുകയാണ് നല്ലത് എന്നുള്ള നിലപാടിലേക്ക് ഒരു വിഭാഗം നേതാക്കന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അമൃത. ശരി, സേഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.